പ്രശാന്തേ, ഇത് നമ്മളിപ്പോൾ കാണുന്ന ഇന്ന് പത്രത്താളുകൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്. ശരിക്കും വേദന ഉണ്ടാക്കുന്നൊരു വാർത്ത. സ്വപ്നത്തിലേക്ക് പറക്കാനൊരുങ്ങി റോഡരികിൽ കുഴി ജീവനെടുത്തു. അതായത് ഒന്ന് മാത്രമേ ഉള്ളൂ, 15 വർഷമായി പൊതുമരാമത്ത് വകുപ്പ് മൂടാതിട്ടിരിക്കുന്ന ഒരു കാനയിൽ വീണ് നിർധന യുവാവ് ജോസഫ് ബെന്നി അല്ലേ? അതെ, ജെയ്സ് ബെന്നി എന്ന പേര്. തൊടുപുഴയിലാണ്. ജെയ്സ് ബെന്നിയാണോ? ജോസഫ് ബെന്നി അല്ലേ? ഇല്ല, ജെയ്സ് ബെന്നി എന്നാണ് പേര്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഈ വാർത്ത ഞാൻ ഇന്നലെ കണ്ടാണ്. വളരെയധികം പറഞ്ഞ പോലെ തന്നെ എത്ര വർഷം എന്നറിയോ? 15 വർഷമായിട്ട് മൂടാതെ കിടക്കുന്ന കാനയാണ്. പറഞ്ഞോളൂ. ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള റോഡുകൾ കാണണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. കേരളത്തിലെ റോഡുകളിൽ വന്ന വിദേശ കുടുംബം ഇത് കേരളമാണോ എന്ന് ചോദിച്ച തള്ളൊക്കെ കഴിഞ്ഞിരുന്നു. നമ്മുടെ കുതിരാൻ ടണലിനുള്ളിൽ കൂടി യാത്ര ചെയ്തപ്പോഴേക്കും അത്ഭുത ലോകത്തേക്ക് കടന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകനുമാണ് കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മായിപ്പൻ ഭരിക്കും, മരുമകൻ തള്ളും. അമ്മായിപ്പൻ ഭരിക്കും, മരുമകൻ തള്ളും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 15 വർഷമായിട്ട് മൂടാ കിടക്കുന്ന കുഴി, അത് ഇന്നലെ ഒരു ജീവനെടുത്തു. ഒരു പാവ യുവാവ്, 10, 20, 22 വയസ്സെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു പയ്യന്റെ പ്രായം. അതെ അതെ, കുട്ടി 27 വയസ്സുണ്ട്. മൗറീഷ്യസിലെ ജോലിക്ക് പോകാനുള്ള നടപടികൾ ശരിയാക്കിയിരിക്കുകയായിരുന്നു. നിർധന കുടുംബമാണ്. അവനൊരു സ്വപ്നം, അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ സ്വപ്നത്തിലേക്ക് അവൻ പോകുന്നൊരു പയ്യനായിരുന്നു. ജീവിതം നമുക്കെല്ലാവർക്കും പ്രതീക്ഷയാണല്ലോ. ഇനി ഇതിന്റെ പേരിൽ ഒരു പിരിവെടുപ്പും അതിൽ നിന്ന് വെട്ടിപ്പോക്കെ നടത്താനായിട്ട് സർക്കാരിന് ഒരു അവസരം കൂടി കിട്ടിയെന്ന് ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ ഇന്നലെ നടത്തി ഈ റിയാസ് എന്ന് പറയുന്ന മന്ത്രി. പറഞ്ഞോളൂ. അല്ല, അതിനെന്തോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ ക്ലാരിഫിക്കേഷൻ ഒന്നും ഒരിക്കലും പറയരുത്. തള്ള് റിയാസ് വന്നിട്ട് തള്ളുന്ന മുഴുവൻ തള്ളാണ്. മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഇപ്പം ഒരു ടൂറിസം വകുപ്പിന്റെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെയും തലപ്പത്ത് കയറിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് എന്ത് യോഗ്യത ഉണ്ട് ആ സ്ഥാനത്ത് ഇരിക്കുവാനായിട്ട്? പ്രശാന്ത്, ഈ പറയുന്ന എല്ലാം ശരി തന്നെയാണ്. ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ, നമ്മൾ ഇത്രയും റാഷായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് അവരിവിടെ ഏറ്റവും നല്ല ഭരണം എന്നാ പറയുന്നത്. ഈ റിയാസ് ജി സുധാകരൻ ഇവിടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പൊതുമരാമത്ത്. ടൂറിസം വകുപ്പ് ഇവിടെ വേറെ എത്രയോ പ്രഗത്ഭർ ചെയ്തിരുന്നതാണ്. നമ്മൾ ആദ്യം സംസാരിച്ച വിഷയം ടൂറിസത്തിന്റെയാണ്. ഏത് രീതിയിൽ കാശുണ്ടാക്കാം, കള്ളു കുടിച്ച് കള്ളു വരുമാനത്തിൽ കാശുണ്ടാക്കാം, അത് മറ്റൊരു വിഷയമാണ്. ഇത് നോക്കിക്കേ, ഈ മുഹമ്മദ് റിയാസ് ഇത്രയൊക്കെ പറയുമ്പോൾ മുഹമ്മദ് റിയാസ് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. താൻ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ റോഡുകളും ഇപ്പോഴത്തെ ടൂറിസത്തിന്റെ അവസ്ഥയും എന്താണെന്നും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന KM മണി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ള പാലായിലെ റോഡുകളും എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ റിയാസ് അമ്മായിയപ്പനെയും കൂട്ടി ആ റൂട്ടിലൊന്ന് സഞ്ചരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മള് ഇത്തരത്തിൽ ഈ പറയുന്ന ഒരാളുടെ ജീവൻ എടുത്ത് കഴിയുമ്പോഴാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. എല്ലാത്തിലും അങ്ങനല്ലേ? ഒരു നിശ്ചലമായ ക്യാമറകൾ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ റോഡിൽ ഒരു ജീവൻ പൊലിയണം. കുഴികൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ ജീവൻ പൊലിയണം. എന്തുകൊണ്ടെന്നറിയോ പ്രശാന്ത്? ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളിപ്പം റിയാസിന്റെ കാര്യം പ്രശാന്ത് പറഞ്ഞു. ഈ സർക്കാർ, രണ്ടാമത് പിണറായി സർക്കാരോട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരള സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരു രീതി എങ്ങനെയെന്നറിയോ? ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ ഈ സർക്കാർ മാറുന്നതാണ്. ഒരു മന്ത്രി, ഇവിടെ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥരാണ്. വകുപ്പിന്റെ തലപ്പത്ത് മാത്രമേ രാഷ്ട്രീയക്കാരുള്ളൂ. ഈ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന്റെ ആ സീറ്റിന്റെ പവർ, തനിക്ക് ഫയൽ നോക്കാൻ അറിയാം, തന്നെ പറ്റിക്കാൻ ഉദ്യോഗസ്ഥരെ സമ്മതിക്കാതെ കൊണ്ടുപോകാൻ ഇവിടെ നേരത്തെ അങ്ങനെ കഴിവുള്ള മന്ത്രിമാരുടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉദ്യോഗസ്ഥന്റെ ജൽപ്പനങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന, യൂണിയനുകളുടെ ജൽപ്പനത്തിനനുസരിച്ച് നീങ്ങുന്ന, പേടിച്ച് ഉറച്ചിരിക്കുന്ന ഭരണകർത്താക്കളാണ്. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇവരിലേ വന്നേ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ തലസ്ഥാനത്ത് ജീവിക്കുന്ന ആളാണ്. തലസ്ഥാനത്ത് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരിലെ നല്ല സർക്കാർ ഉദ്യോഗസ്ഥരും, അതായത് പണിയെടുക്കുന്നവരും നിഷ്പക്ഷമായി പോകുന്നവരെയും പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവർ അടുത്തു നിന്ന് കണ്ടെന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. ഇവർക്ക് അസസ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. ഇവരുടെ അസസ്മെന്റ് ഭയങ്കര കാൽക്കുലേഷനാണ്. ഇപ്പോൾ പ്രശാന്ത് ഒരു മന്ത്രിയാണെന്ന് വെക്കുക, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു മന്ത്രി ഓഫീസിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മന്ത്രി ഏത് തിരക്കാരനാണെന്ന് വെറും 10 ദിവസം കൊണ്ട് അവർക്ക് അറിയാൻ കഴിയും. നമ്മൾ നിരന്തരം മനുഷ്യരുമായി ഇടപെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനൊക്കെ അറിയാൻ കഴിയും. അതുപോലെ ഇവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ 5 കൊല്ലം കൊണ്ട് ഒരു ഇടത് സർക്കാർ ഇരുന്നു. അവരുടെ നേച്ചർ അങ്ങനെയാണ്. നമുക്ക് ആ രീതിയിൽ കള്ളത്തരങ്ങൾ കാണിക്കാം, പറ്റിക്കാൻ പറ്റും മന്ത്രിയെ. മന്ത്രി ഒരു പൊട്ടനാണ്, അല്ലെങ്കിൽ മന്ത്രി ഒരു റീൽസ് കുട്ടപ്പനാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട്. കൊട്ടാരക്കരയിൽ ഇന്നലെ ഒരു സ്ത്രീ സ്കൂട്ടറിൽ വന്ന് ഓടയ്ക്കുള്ളിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അവർ ആ ഓടയ്ക്കുള്ളിലേക്ക് മറിഞ്ഞു വീഴുന്ന അവർ ഒരു 2 ടെലിഫോൺ പോസ്റ്റ്, ഈ ഓടയ്ക്ക് ക്രോസ് കിടക്കുന്ന ടെലിഫോൺ പോസ്റ്റിന് ഇടയിലേക്ക് നൂഴ്ന്ന് കയറിപ്പോയി. ആക്സിഡന്റിൽ വന്ന ഫോഴ്സിൽ ഇവർ നൂഴ്ന്ന് കയറി പോയതാണ്. എനിക്ക് മനസ്സിലായി. ഇവരെ പുറത്തിറക്കുവാനായി നാട്ടുകാർ മുഴുവൻ ബന്ധപ്പെടുമ്പോൾ, ഈ നാട്ടുകാർ മുഴുവൻ തത്രപ്പാട് വിടുമ്പോൾ അതിനിടയിൽ വരുന്ന ഒരു വോയിസ് ഉണ്ട്. അരമണിക്കൂറായി ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വരുന്നില്ല. ഫയർഫോഴ്സ് എങ്ങനെ വരും? അതാ ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഫയർഫോഴ്സ് എങ്ങനെ വരും?
ഫയർഫോഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സിന് ആ സ്പീഡിൽ വരുവാനായിട്ടുള്ള സംവിധാനമുള്ള റോഡ് വേണം, ബ്ലോക്ക് ഒഴിവായിട്ടുള്ള റോഡ് വേണം. അല്ല, ഉദ്യോഗസ്ഥരെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു കുട്ടി 27 വയസ്സുകാരനായ ഒരു കുട്ടി വീണ് മരണപ്പെട്ട് കഴിയുമ്പോഴാണ് 15 കൊല്ലമായിട്ട് മൂടാത്ത. ഞാൻ ചോദിക്കട്ടെ, പത്രത്താളിൽ ഈ വാർത്ത വന്നല്ലോ, എന്റെ പൊന്ന് പ്രശാന്ത്, ഞാനും പത്രത്തിൽ പണിയെടുത്തു. പത്രത്താളിൽ വന്നിട്ടുള്ള വാർത്തയുടെ സ്ഥാനം കൂടി നോക്കണം. ഈ വാർത്ത, ആ വാർത്തയുടെ പ്രാധാന്യം ഇല്ലാത്ത കൊണ്ടാണ് ആ വാർത്ത എവിടെ പോയിരിക്കുന്നത്, ഉൾപേജിൽ പോയിരിക്കുന്നത്. ഒരു ജീവന്, ചേട്ടാ, ഒരു ജീവൻ ഇവിടെ. അതായത് ഈ വാർത്ത അവിടുത്തെ ഒരു പ്രാദേശിക ലേഖകൻ ഇതിനു മുമ്പ് അവന് എഴുതാൻ കഴിയില്ലേ? ഈ പത്രത്താളുകളിൽ ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു, പ്രശാന്ത് ഇത് അകത്തെ പേജിൽ വന്നിരിക്കുന്നത്, ചിലപ്പോൾ മറ്റു പത്രങ്ങളിൽ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും. ഈ പത്രം എന്ന് പറയുന്ന കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന പത്രമാവരുത്. ഈ പറയുന്ന പോലെ ഇങ്ങനൊരു കുഴി ഉണ്ട് സാർ എന്ന് അറിയിക്കാനുള്ള ബാധ്യത കൂടെ ഉണ്ട്. ഫോർത്ത് എസ്റ്റേറ്റിന് അങ്ങനെ വാർത്ത നേരത്തെ കൊടുത്തു. ചേട്ടൻ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ചേട്ടാ, ഇപ്പൊ ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോഴും ഈ വാർത്ത എടുത്ത് വെച്ച് ഇവിടെ സംസാരിക്കുന്നത് ഒരു ആക്സിഡന്റ് പറ്റി കഴിയുമ്പോഴാണ് കുറ്റം പറയുന്നത് ഉദ്യോഗസ്ഥർ. ഞാൻ പറഞ്ഞു ചേട്ടാ, നമ്മളിവിടെ ഈ വാർത്ത എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ, ആ വാർത്തയുടെ ഡെപ്ത് അല്ലെങ്കിൽ ആ വാർത്തയുടെ മാർക്കറ്റിംഗ്. അത് മാത്രമാണ് നമ്മൾ ഈ ചർച്ച വെച്ചിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തൊടുപുഴ റൂട്ടിൽ പോകുമ്പോൾ പലതവണ ചേട്ടനും ഞാനും അടക്കം കൺട്രോൾ അല്ലേ കുഴിയുടെ ഈ ഓട തുറന്നിരിക്കുന്ന ഓട നമ്മൾ രണ്ടുപേരും കൺട്രോൾ അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ആ പറയുന്ന പ്രാദേശിക ലേഖകന് ആ തുറന്നിരിക്കുന്ന ഓട അന്നൊരു വാർത്താ പ്രാധാന്യമുള്ള സംഭവം ആയിരുന്നില്ല, ഇന്നതിന് വാർത്താ പ്രാധാന്യമുള്ളത്. പക്ഷെ എന്നാലും കൊടുക്കില്ല ചേട്ടാ. ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഓടവെള്ളം നിറഞ്ഞു കിടക്കുന്ന ഓടകളില് പത്രം എന്തെന്ന് എനിക്കറിയാം, പ്രാദേശിക ലേഖകർ എന്തെന്ന് എനിക്കറിയാം. ഇത് എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ തലപ്പത്തിരിക്കുന്നവൻ ഈ വാർത്തയുടെ പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞ് വാർത്തയുടെ പ്രാധാന്യം നമുക്ക് കൊടുക്കാം. ഈ ഒരു വലിയ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഏതായാലും ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ ഇതേപോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു, പ്രതീക്ഷിക്കാതെ ഒരു കുഴിയിൽ വീഴുന്നു, പ്രതീക്ഷിക്കാതെ കുഴി, ആ കുഴി വീട്, ആ സീനിലെ രംഗം, അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് താന്നു പോകുന്ന രംഗം മാത്രം സ്വയം ചിന്തിച്ചാൽ ചേട്ടാ. അങ്ങനെ താന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിധി. അതുകൊണ്ട് സർക്കാരിനൊന്നും നഷ്ടപ്പെടാനില്ല. നാളെ ഒരു കിറ്റ് കൊടുത്തോ, ചേട്ടാ നാളെ ഒരു കിറ്റ് കൊടുത്തോ, അല്ലെങ്കിൽ കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്തോ, ഇനിയും ഭരണത്തിലേറാനായിട്ട് ശ്രമിക്കും. കാരണം ചേട്ടന് തന്നെ അറിയാം, നമ്മുടെ ഇന്നലത്തെ ഒരു ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ കുറച്ച് രീതികളുണ്ട്, അവരുടേതായ ഒരു കൂട്ടുകെട്ടുണ്ട്, ഒരു നെക്സസ് ഉണ്ട് അവർക്ക്. ആ ഒരു നെക്സസിനെ തകർക്കാനായിട്ട് മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇതുവരേക്കും കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ ചെയ്താലും ക്യാപ്സ്യൂൾ കൊടുത്ത് എല്ലാത്തിനെയും ന്യായീകരിച്ച് പോകുന്നതിന്റെ കാരണം. ഇതിന്റെ പേരിലും ക്യാപ്സ്യൂളുമായിട്ട് റിയാസ് ഇറങ്ങും. ഇപ്പം നമ്മൾ പറയണം, ഇപ്പൊ ഇടുക്കി രണ്ട് പ്രത്യേക ആ ഒരു ഇത്രയും കാതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് മുഹമ്മദ് റിയാസ് കാര്യം. നിങ്ങൾ പറഞ്ഞു അമ്മാവൻ മരുമകന്, അമ്മാവൻ പ്രത്യുപകാരം ചെയ്തു തന്നെയാണ്. അതിന്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ പോയാൽ തുടക്കത്തിൽ ഇദ്ദേഹം ഓഫീസുകളിൽ കയറി ചെന്ന രംഗം ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ആരാ ഇരിക്കുന്നത്? ആഗസ്റ്റ് 1 സിനിമയിൽ ബഹുമാനപ്പെട്ട സുകുമാരൻ നടൻ അഭിനയിച്ച പോലെ ഇദ്ദേഹം ചെന്നിട്ട് ഇവിടെ ആരാ ഇരിക്കുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇത് ആരെ കാണിക്കാനാ ഈ ഷോ? ഈ 66 റോഡ് മലപ്പുറത്ത് തകർന്ന് വീണപ്പോ അന്ന് വരെ റീൽസ് കാണിച്ചുകൊണ്ടിരുന്ന മരുമകൻ പിന്നെ റീൽസ് കാണിക്കാൻ വന്നോ? പുതിയ തള്ളു വന്നിട്ടുണ്ട്, അറിയില്ലായിരുന്നോ? ആരാന്റെ ഗർഭം തന്നതാണെന്ന് പണ്ട് 8 കാലി അമ്മൂഞ്ഞ് പറയില്ലേ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ബോഡി ബിൽഡർമാരിലൊരായ മിലിന്ദ് സോമനെ വിളിച്ചിട്ട് പുതിയ റോഡിലൂടെ, ഇടുക്കി റോഡിലൂടെ വട്ടവട മുതൽ ഇത്ര 66 കിലോമീറ്റർ എങ്ങാണ്ട് റോഡിൽ കൂടെ ഓട്ടം സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത ദിവസം. അതിന്റെ റീലുകളിലാണ് ഇപ്പൊ പുള്ളി. അല്ലാതെ ഇതൊന്നും പുള്ളിക്ക് ഒരു കാര്യമായാലും നമ്മൾ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു ജീവൻ. ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും നമ്മളെപ്പോലുള്ള പൊതുജനത്തിന് ഒന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോഴാണ് അധികൃതർ കണ്ണു തുറക്കുക. അതാ പറയുന്നത്, നമ്മളെപ്പോലുള്ള പൊതുജനത്തിന് ഒന്ന് മാത്രമേ പറ്റുള്ളൂ. ആ നഷ്ടപ്പെട്ടു പോയ ജീവന്, ആ ജെയ്സ് എന്ന് പറയുന്ന പയ്യന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കാം. പിന്നെയും നമ്മുടെ മന്ത്രിമാര്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് തരാൻ പോകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ നാളെ ഒരു നല്ല പുലരി വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. വെറും യാന്ത്രികതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ ജൽപ്പനങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല. അങ്ങനെ ആയല്ലോ.